സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രീ ഗുരുഭ്യോ നമഃ. സംപൂജ്യരായ എല്ലാ ശ്രോതാക്കൾക്കും എൻ്റെ സാദര പ്രണാമം. ഉത്തരരാമായണ പഠനത്തിൻ്റെ 21-ാം ദിനത്തിലേക്ക് എല്ലാ സജ്ജനങ്ങളെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമുക്ക് പാരായണം ചെയ്യേണ്ടുന്ന ഭാഗം 3-ാം അധ്യായത്തിൽ 157-ാമത്തെ വരി മുതലാണല്ലോ. രാമദേവനിൽ വന്നു ചേർന്ന അപവാദം ഒരു കാട്ടുതീ പോലെ അങ്ങനെ പടർന്ന് അയോധ്യ നഗരിയാകെ വ്യാപിച്ചു. അത് സൂര്യരാജവംശത്തിൻ്റെ തന്നെ ഒരു കളങ്കമായി മാറുമെന്ന് മനസ്സിലാക്കി രാമദേവൻ തൻ്റെ പ്രാണവിയോഗ സമമായ കർമ്മമാണെങ്കിലും ധർമ്മപത്നിയെ കൊടും വനത്തിൽ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. അത്യധികം വേദനാജനകമായ ആ കർമ്മം നിർവഹിക്കാൻ അദ്ദേഹം ലക്ഷ്മണനെ തന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അവിടെ വരെയാണ് നമ്മൾ പാരായണം ചെയ്ത് വന്നത്. ഇനി നമുക്ക് പാരായണം തുടരാം. ജാഹ്നവി തീരെ മഹാകാനനെ മടിയാതെ ജാനകി തന്നെ കൊണ്ട കളഞ്ഞു പോന്നീടു നീ. ജാഹ്നവി എന്ന മറ്റൊരു പേരുകൂടി ഗംഗയ്ക്കുണ്ട്. പരമശിവന്റെ ജടയിൽ നിന്നുള്ള ആ ഗംഗയുടെ ഒഴുക്കിൽപ്പെട്ട് ജഹ്നു എന്ന മഹർഷിയുടെ ആശ്രമം നശിച്ചപ്പോൾ ഗംഗയെ ആ മഹർഷി വിഴുങ്ങിയെന്നും പിന്നീട് ദേവകളുടെ അപേക്ഷ അനുസരിച്ച് തൻ്റെ ചെവിയിൽ കൂടി ആ ഗംഗാനദിയെ പുറത്തു വിട്ടു എന്നും ഒരു ഐതിഹ്യമുണ്ട്. അപ്പോൾ അത് ജഹ്നുവിൻ്റെ പുത്രിയായിട്ടാണ് അങ്ങനെ പിറക്കുന്നത്. അതിന് ജാഹ്നവി എന്ന പേരും കിട്ടി. എന്തായാലും ഗംഗാനദീ തീരത്ത് ഘോരവനമാണ്. ആ വനത്തിനുള്ളിൽ സീതയെ ഉപേക്ഷിച്ച് വരുവാനായിട്ടാണ് ലക്ഷ്മണനോട് പറയുന്നത്. അല്ലലാമിതു വിചാരിച്ചു ചെയ്യണമേറ്റമൊല്ലാതൊന്നിനു പുനരെന്നൊരുവൻ ചൊല്ലുകിൽ എന്നുടെ വൈര്യവനാകുന്നതിതുമൂലം ഖിന്നനാ കൊല്ല നിയോഗം മമ കേൾക്കേ വേണ്ടു. അഥവാ ഇത് ചെയ്തുകൂടാത്ത കർമ്മമാണ്, കൊല്ലാത്ത കർമ്മം എന്ന് കരുതി അതിനെപ്പറ്റി മറിച്ചൊരഭിപ്രായം ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവർ എൻ്റെ ശത്രുക്കളിൽ മുമ്പനായിരിക്കും എന്നാണ് രാമദേവൻ പറയുന്നത്. അതുകൊണ്ട് ഇതേ ചൊല്ലി ആർക്കും ഒരു വിഷമവും വേണ്ട. ഇതെൻ്റെ കൽപ്പനയാണ്, അതനുസരിച്ചാൽ മതി. ഇവിടെ സഹോദര സ്നേഹമോ ഭാര്യയോടുള്ള സ്നേഹമോ മറ്റു ബന്ധുമിത്രാദികളോടുള്ള സ്നേഹമോ ഒന്നും രാമദേവന് പ്രശ്നമേ അല്ല. ഇവിടെ രാജധർമ്മമാണ്. അപവാദശ്രവണം എന്ന് പറഞ്ഞാൽ സത്യപാലകന്മാർക്ക് മരണഭയത്തേക്കാൾ വലുതാണ്. ആറൊഴുകിയിടും വണ്ണം കണ്ണുനീരുടനുടൻ മാറാതെ ഒഴുകിപ്പോയി തന്നുടെ മണിയറ തന്നിൽ പുക്കടച്ചുടൻ പര്യങ്കമതു തന്മേൽ ചെന്നുടൻ കിടന്നിതു മന്നവൻ ശോകത്തോടെ. സഹോദരങ്ങൾ എന്താണ് പറയുന്നത് എന്ന് പോലും കേൾക്കാൻ നിൽക്കാതെ അവിടെ നിന്നും നേരെ തൻ്റെ മണിയറയിലേക്ക് പോയി. പിടിച്ചു നിൽക്കാനായില്ല. സ്നേഹശൂന്യമായ പ്രവൃത്തിയാണ്.
പക്ഷേ ചെയ്യേണ്ടി വരുന്നു. കണ്ണുനീര് ധാരധാരയായി ഒഴുകുകയാണ്. പര്യങ്കം അത് തന്മേൽ, പര്യങ്കം എന്ന് പറഞ്ഞാൽ തൻ്റെ കിടക്ക, ആ തൽപ്പത്തിൽ പോയി അദ്ദേഹം കമഴ്ന്ന് കിടക്കുകയാണ്. രാത്രിയും കഴിഞ്ഞിതു ലക്ഷ്മണൻ തൊഴുതുടൻ ധാത്രി നന്ദിനിയോടു മെല്ലവേ ചൊല്ലിയിടിനാൻ. നേരം വെളുത്തു. ധാത്രി നന്ദിനി, ഭൂമിപുത്രിയായ സീതാദേവിയോട് ലക്ഷ്മണൻ തൻ്റെ ദുഃഖത്തെ അടക്കാൻ സാധിക്കാതെ എങ്കിലും കണ്ണുനീരൊക്കെ വരുന്നുണ്ടെങ്കിലും അതിനെയൊക്കെ അങ്ങോട്ട് തടഞ്ഞു നിർത്തി ജനകാത്മജയുടെ സന്നിധിയിൽ ചെന്ന് കൂപ്പ് കൈയോടെ അവിടെ നിൽക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, കാനനഭൂമി തന്നിൽ താപസികളെ കാൺമാൻ ജനകീ പോക തേർമേലേറുക വൈകിടാതെ. ദേവി അവിടത്തേക്ക് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു, താപസിമാരെ കാണാൻ കാനനത്തിലുള്ള. എങ്കിൽ വേഗം തേരിൽ കയറിയാലും നമുക്ക് പോകാം. തേരൊരുമിച്ചു കൊണ്ടുവന്നിതു സുമന്ത്രരും പോരികന്നതു കേട്ടു ജാനകി സന്തോഷിച്ചാൾ. ജാനകി ദേവി ഇതുവല്ലോ അറിയുന്നോ? വളരെ സന്തോഷമായി. ഇന്നലെ വെറുതെ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ തൻ്റെ ഭർത്താവിനോട്, എനിക്കിങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, ഉടൻ തന്നെ അത് സാധിച്ചുവല്ലോ. അങ്ങനെയാണ് തൻ്റെ പ്രിയതമൻ എന്നുള്ള ആ ഒരു സന്തോഷവും, അടക്കാനാവാത്ത സന്തോഷം. ഇന്നലെ മമ ഭർത്താ ചൊന്നതിനേതും നീക്കം വന്നീലെന്നോർത്തു കൗതൂഹലവും പൂണ്ടാളേറ്റം. ജാനകി ദേവിക്ക് വളരെ സന്തോഷമായി. പട്ടുകൾ വസ്ത്രാഭരണങ്ങൾ നല്ലവ മറ്റും ഇഷ്ടമാമാറു മധുരദ്രവ്യമായിട്ടേറ്റം ഭക്ഷണ സാധനങ്ങൾ എന്നിവ പലതരം ശിക്ഷയിൽ സംഭരിച്ചു സുഗന്ധദ്രവ്യങ്ങളും ചന്ദനാദികൾ മുനിപത്നികൾക്കാനന്ദമായി വന്ദിച്ചാൽ ദാനം ചെയ്യുവാനെടുത്തു വൈദേഹിയും. മുനിപത്നിമാർക്ക് കൊടുക്കാനായിട്ട് എന്തൊക്കെയാണ് എടുത്തിരിക്കുന്നത് സീതാദേവി. പട്ടുവസ്ത്രങ്ങൾ, ആഭരണങ്ങൾ, പിന്നെ കുറിക്കൂട്ടുകൾ, സുഗന്ധദ്രവ്യങ്ങൾ, ഇവയൊക്കെ എല്ലാം പാക്ക് ചെയ്തു യാത്രയുമയപ്പിച്ചു തേരതിൽ കരയേറ്റി ആസ്തയാ സൗമിത്രിയും തേരതിൽ കരേറിനാൻ. തേരിൽ കയറി അവർ മൂവരും. സുമന്തർ തേര് നടത്തുകയാണ്, ലക്ഷ്മണൻ പിന്നെ സീതാദേവിയും. ഈ സമയത്ത് രാമദേവൻ ഈ പ്രാണൻ പോകുന്ന കാഴ്ച കാണാനായിട്ട് അവിടെയെങ്ങും ഉണ്ടായിരുന്നില്ല. നേരെ അദ്ദേഹം ആസ്ഥാന മണ്ഡപത്തിലായിരിക്കാം. സീതാദേവിയും വിചാരിച്ചു കാണും എന്തെങ്കിലും അത്യാവശ്യമുള്ള കാര്യങ്ങളിൽ മുഴുകിയിരിക്കുകയായിരിക്കും തൻ്റെ പതിയെന്ന്. എന്തായാലും മന്ദമന്ദം തേർ നടത്തിയിടിനാൻ സുമന്ത്രരും സുന്ദരി അതു നേരം ലക്ഷ്മണനോട് ചൊന്നാൾ. ആ തേര് പണ്ടിതുപോലെ തേര് നടത്തിയിരുന്നു സുമന്ത്രർ. പുറകെ ദശരഥ മഹാരാജാവ് രാമ രാമ ലക്ഷ്മണ സീതേ എന്ന് വിളിച്ച് ഓടി ആ തേരിൻ്റെ പുറകെ ഓടി വീണുപോയിരുന്നു. ഇപ്പോഴും ഏതാണ്ട് അതേ ഒരു സംഭവമാണ് ആ സുമന്ത്രർ ചെയ്യുന്നത്. ആ ഒരു കാര്യം തന്നെ അത്ര ദുഃഖപ്രദമായ കാര്യമാണ്. എന്നിട്ട് സുന്ദരി അത് നേരം ആ ജാനകി ദേവി ലക്ഷ്മണനോട് പറയുകയാണ്, നന്നല്ല ശകുനങ്ങൾ എന്തു കാരണം ചൊല്ലിയിടെന്നുടെ ഭർത്താവിനും അനുജന്മാരായിടും
നിങ്ങൾക്കും സുഖമല്ലീ നിമിത്തം കണ്ടതിപ്പോൾ മംഗലമല്ല എന്തിതിനെന്നു ചൊല്ലി. നിന്റെ മുഖലക്ഷണം കണ്ടിട്ടും പിന്നിപ്പോൾ ഉള്ള ശകുനങ്ങൾ ദുശകുനങ്ങൾ കണ്ടിട്ടും എനിക്ക് തോന്നുന്നു എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ടെന്ന്. നിനക്കും സഹോദരന്മാർക്കൊക്കെ സുഖം തന്നെയല്ലേ? എന്താണ് അതിൻ്റെ കാരണം എന്ന് നീ പറയൂ എന്ന് ലക്ഷ്മണനോട് പറയുകയാണ്. ചൊല്ലുവാനില്ല വിശേഷിച്ചൊരാപത്തു ഭദ്രേ, നല്ലതു വന്നുകൂടുമില്ല സംശയമേതും. ദേവി, അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല, എന്നാലും എന്തായാലും നല്ലത് തന്നെ വരൂ. ധീരത കൊണ്ടു പരിതാപത്തെ മറച്ചുടൻ താരിൽ മാനിനി തന്നോടിങ്ങനെ പറഞ്ഞുടൻ ഗൗതമി തീരെ ചെന്നാരസ്തമിച്ചിടും നേരം യാമിനി കഴിഞ്ഞർക്കനുദിച്ചോരനന്തരം. ധൈര്യം സംഭരിച്ച് ലക്ഷ്മണൻ തൻ്റെ ദുഃഖമൊക്കെ ഒന്ന് അടക്കി അത് പുറത്ത് പ്രകടിപ്പിക്കാതിരിക്കാൻ നന്നേ ശ്രമിച്ചു, പ്രകടമാവാതിരിക്കാൻ. എന്നിട്ട് അസ്തമയമായപ്പോഴേക്കും അവർ ഗൗതമി നദിയുടെ തീരത്തെത്തി. ഗൗതമി എന്ന് പറഞ്ഞാൽ ഗോദാവരി നദി. രാത്രി അവിടെ തങ്ങിയതിന് ശേഷം പിറ്റേ ദിവസം പ്രഭാതത്തിൽ വീണ്ടും യാത്രയായി അവർ. തേരതിലേറി ചെന്നു ഗംഗാതീരവും പുക്കാർ, വാരിയിലിറങ്ങി സന്ധ്യാനുഷ്ഠാനവും ചെയ്താർ. തേരിൽ വീണ്ടും കയറി നേരം വെളുത്തപ്പോൾ ഗംഗാതീരത്തെത്തി. അവിടെ പുണ്യ നദിയിൽ അവർ പ്രഭാത കർമ്മങ്ങളൊക്കെ സന്ധ്യാനുഷ്ഠാനം ചെയ്തു, സന്ധ്യാവന്ദനമൊക്കെ ചെയ്തു. അമിത്രാന്തകനായ സുമിത്രാതനയനും അമർത്യ നദിയെയും കടത്തി വേഗത്തോടെ. മിത്രാന്തകൻ, അമിത്രം എന്ന് പറഞ്ഞാൽ മിത്രമല്ലാത്തവർ, ശത്രുക്കളുടെ അന്തകനായിരിക്കുന്ന ആ സുമിത്രാതനയൻ അവർ തേരിൽ നിന്നും ഇറങ്ങി. എന്നിട്ട് ഗംഗാനദി കടന്നു. അവിടെ അതിനുള്ള സൗകര്യമൊക്കെ ഉണ്ട്, തോണിയൊക്കെ കാണും. അപ്പോൾ ആ തോണിയിൽ കയറി അവർ രണ്ടുപേരും കൂടെ, സുമേന്ദ്രർ ഇപ്പുറത്ത് തേരിൽ തന്നെ ഉണ്ടാവും, ഗംഗാനദിക്ക് അക്കരയെത്തി. വാവിട്ടു കരയുന്ന ലക്ഷ്മണൻ തന്നെ നോക്കി ദേവിയുമുര ചെയ്താളെന്തിതു കുമാരാ ചൊൽ. എന്തിനു കരയുന്നു സന്താപമുണ്ടായതും എന്തെന്നു പരമാർത്ഥം ചൊല്ലു നീ മടിയാതെ. അപ്പോഴേക്കും ലക്ഷ്മണന് പിടിച്ചു നിൽക്കാനായില്ല. ദുഃഖം അണ പൊട്ടി ഒഴുകുകയാണ്, വാവിട്ട് കരയുകയാണ്. സീതാദേവി ആകെ പരിഭ്രമിച്ചു പോയി. ഇതെന്ത് പറ്റി ഇവന്? കുമാരാ, എന്തിനാ നീ ഇങ്ങനെ കരയുന്നത്? നീ ഇതിൻ്റെ പിന്നിലുള്ള നീ ഇങ്ങനെ കരയാനുണ്ടായ കാരണം പറയൂ. അഗ്രജൻ തന്നെ പിരിഞ്ഞിരുന്നിട്ടില്ലയല്ലീ വ്യഗ്രിച്ചു കരയുന്നു മുറ്റും പാലകനാം നീ. കുമാരനായ നീ ഇതുവരെ ഇത്രയും നാളായി നിന്റെ ജ്യേഷ്ഠനെ പിരിഞ്ഞിരുന്നിട്ടില്ല, അതുകൊണ്ടാവാം നീ കരയുന്നത് അല്ലേ? 2 വാസരം പൊറുപ്പാനില്ല ശക്തിയൊട്ടും, പണ്ടു നീ പിരിഞ്ഞറിയുന്നതുമില്ലയല്ലോ. 2 വാസരം, 2 ദിവസമല്ലേ വേണ്ടുള്ളൂ. 2 ദിവസമെങ്കിലും നിനക്ക് സഹിച്ചുകൂടെ?
ഇത്രയും നാൾ നീ പിരിഞ്ഞിരുന്നിട്ടില്ല, അതായിരിക്കാം എൻ്റെ കാരണം. എങ്കിലും എന്നെ നീ നിരൂപിക്ക. മുന്നം ഞാൻ ഒരാണ്ടേക്കും എന്നുടെ ഭർത്താവിനെ പിരിഞ്ഞുവാണേനല്ലോ. അപ്പോൾ നീ എൻ്റെ കാര്യം ഒന്ന് ആലോചിച്ചു നോക്ക്. പണ്ട് 1 വർഷമാണ് ഭർത്താവിൽ നിന്ന് പിരിഞ്ഞിരുന്നത്. ഇന്നിനി മുനിഭക്തിമാരെയും കണ്ടു നാളെ ചെന്നു നിൻ പൂർവജനെ കാണാമെന്നറിഞ്ഞാലും. ഒട്ടും വിഷമിക്കണ്ട കുമാരാ, നമുക്കിന്ന് ഈ മുനിഭക്തിമാരെയൊക്കെ കണ്ടിട്ട് നാളെ അദ്ദേഹത്തെ ചെന്ന് കാണാമല്ലോ. എന്നിവ കേൾക്കും തോറും തന്നുള്ളിൽ അടങ്ങാതെ വന്ന ദുഃഖത്താൽ അവൻ വാവിട്ടു മുറയിട്ടാൻ. ഇങ്ങനെ ആ നിഷ്കളങ്കയായ സീതാദേവി പറയുന്നത് കേട്ടിട്ട് ദുഃഖം ഇരട്ടിക്കുകയാണുണ്ടായത്. വീണ്ടും വാവിട്ട് നിലവിളി. തന്നോട് സനൽകുമാരൻ മുനി അരുൾ ചെയ്തതൊന്നൊന്നേ നിരൂപിച്ചു നിന്നിതു സുമന്ത്രരും. സനൽകുമാരൻ മുനി പണ്ട് തന്നോട് പറഞ്ഞ ഒരു സംഭവം ഓർത്തുകൊണ്ട് ആ സുമന്ത്രർ സമാധാനമായിട്ട് തേരിലിരിക്കുകയാണ്. പിന്നെയും കരയുന്ന ലക്ഷ്മണൻ തന്നെ നോക്കി തൻവങ്കി വിഷണ്ണയായ എന്തതെന്നറിയാഞ്ഞു. പിന്നെയും ചോദിച്ചിതു സൗമിത്രി തന്നോടപ്പോൾ, എന്നേ കഷ്ടമേ നീ എന്തിങ്ങനെ ഖേദിക്കുന്നു. വീണ്ടും ഈ ലക്ഷ്മണൻ്റെ കരച്ചിൽ ഒട്ടും അടങ്ങുന്നില്ല, അത് കൂടിക്കൊണ്ടേയിരിക്കുക. സീതാദേവി ആകെ സംഭ്രാന്ത ചിത്തയായിട്ട്, നീ എന്താണ് ഇങ്ങനെ കരയുന്നത്? നിന്നെ ഇങ്ങനെ ഒരിക്കലും കരയുന്നത് ഞാൻ കണ്ടിട്ടില്ലല്ലോ എന്ന് വീണ്ടും ചോദിക്കുന്നു. മുന്നം ഞാൻ ഇത്ര ദുഃഖമുണ്ടായിട്ടൊരു നാളും നിന്നെ കണ്ടിട്ടില്ലേറ്റം ധൈര്യമുണ്ടല്ലോ തവ. നീ ഒരു മഹാധൈര്യശാലിയാണെന്നാണ് ഞാൻ കരുതിയിരുന്നത്. ഒരിക്കലും നിന്നെ ഇങ്ങനെ കരയുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. എന്തെല്ലാം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, എന്നിട്ടും നീ കരയുന്നത് ഞാൻ കണ്ടിട്ടില്ല. ദുഃഖത്തിൻ മൂലമെല്ലാം എന്നോട് ചൊല്ലിയിടണം, കൈക്കൊള്ളുക ധൈര്യം ഭവാൻ അജ്ഞാനിയല്ലയല്ലോ. നീ ഇപ്പോഴുള്ള ഈ ദുഃഖത്തിൻ്റെ കാരണം എന്നോട് തെളിച്ച് പറയണം. എന്തോ ഉണ്ട്, അതിന് സംശയമില്ല. നീ അജ്ഞാനിയൊന്നുമല്ല, വെറുതെ ഇങ്ങനെ കരയാൻ മാത്രം മണ്ടനല്ല നീ, അതെനിക്കറിയാം. ചൊല്ലു ചൊല്ലെന്ന് സീതാ നിർബന്ധം കേട്ട നേരം, ചൊല്ലിനാൻ സൗമിത്രിയും ഗദ്ഗദവർണ്ണങ്ങളാൽ. ഇങ്ങനെ സീതയുടെ ആ നിർബന്ധം സഹിക്കവയ്യാഞ്ഞ് ലക്ഷ്മണൻ ഗദ്ഗദത്തോടു കൂടി പറയുകയാണ്. ചൊല്ലിയാൽ കേൾപ്പാൻ രഘുനാഥനു പലരുണ്ട്, കല്യന്മാരായിട്ടവർ പലരുമിരിക്കവേ എന്നോടായിതു നിയോഗിച്ചിതു രാമചന്ദ്രൻ. മുന്നൻ ഞാൻ ചെയ്ത ദുഷ്കർമ്മങ്ങൾ തൻ ഫലത്തിനാൽ. ജ്യേഷ്ഠൻ പറഞ്ഞാൽ കേൾക്കാൻ യോഗ്യന്മാരായ വളരെ പേർ അവിടെ ഉണ്ട്, കൊട്ടാരത്തിലുണ്ട്. എന്നിട്ടും ഈ കടുങ്കൈ ചെയ്യാൻ എന്നെ മാത്രമാണല്ലോ നിയോഗിച്ചത്. ഇതെല്ലാം ഞാൻ പണ്ട് ചെയ്ത ദുഷ്കർമ്മത്തിൻ്റെ ഫലമാണ്. എന്നോളം പാപം ചെയ്തിട്ടാരുമില്ല ഒരേടത്തും, പുണ്യമില്ലാത്ത പുരുഷാധമനായേനല്ലോ. ഞാൻ മഹാപാപിയാണ്. ലക്ഷ്മണൻ ആത്മനിന്ദയോട് കൂടിയാണ് പറയുന്നത് താൻ മഹാപാപിയാണെന്നും ഇത്രയും ദുഷ്കർമ്മം ചെയ്തിട്ടുള്ളവരാരും ഭൂമിയിൽ ഉണ്ടായിട്ടില്ലെന്നും. പിന്നെന്താ പറയുന്നത്? വന്നിയിൽ ചാടിയിടണമെന്നു ചൊല്ലുകിലേതും ദണ്ഡമില്ലെനിക്കതിൽ
പരമിന്നിതു പാർത്താൽ. തീയിൽ ചാടണമെന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഇതിനേക്കാൾ എത്രയോ നല്ലതായിരുന്നു. ഒരു നിമിഷം പോലും ആലോചിക്കാതെ ഞാൻ ആ കർമ്മം ചെയ്യുമായിരുന്നു. കാളകൂടത്തെ കുടിക്കണമെന്ന് അരുൾ ചെയ്യിൽ കാലം വൈകാതെ കുടിക്കാം അതിനെളുതല്ലോ. കാളകൂടം കുടിച്ച് മരിക്കുന്നതിനും എനിക്ക് വിഷമമില്ലായിരുന്നു. ഇതിനേക്കാൾ എന്തായാലും വളരെ ഭേദപ്പെട്ട ഒരു കർമ്മം തന്നെയാണത്. ആർക്കും ഓർത്തോളം അരുതാത്ത ദുഷ്കർമ്മം ചെയ്യുവാനാഖ്യാനം ചെയ്താനല്ലോ രാഘവൻ തിരുവടി. ഓർത്താൽ ആർക്കും അരുതാത്ത ഈ ദുഷ്കർമ്മത്തെ ചെയ്യാൻ എന്നോടാണല്ലോ രാഘവൻ തിരുവടി ആജ്ഞാപിച്ചത്. പണ്ടു ഞാൻ ചെയ്ത പാപം എന്തെൻ്റെ ഭഗവാനേ, കണ്ടീലൻ പ്രാണത്യാഗം ചെയ്യുവാനുമുപായങ്ങൾ. ഹേ ഭഗവാനെ, എൻ്റെ പാപം, ഞാൻ എന്തുമാത്രം കൊടും പാപമാണ് പണ്ട് ചെയ്തിട്ടുള്ളത്. എന്നാൽ എനിക്ക് ഇതിനേക്കാൾ ഭേദം മരണപ്പെടുകയായിരുന്നു. പക്ഷെ അതിനും ഒരു വഴി കാണുന്നില്ലല്ലോ. ഇങ്ങനെ പറകയും വീഴുകയും കരകയും തിങ്ങിന ദുഃഖം പൂണ്ട ലക്ഷ്മണൻ തന്നെ കണ്ട് വൈദേഹി വിഷണ്ണയായി എന്തിരെന്നറിയാഞ്ഞു ഖേദേന ബാഷ്പം വാർത്തു ലക്ഷ്മണനോട് ചൊന്നാൾ. ദുഃഖാർത്ഥനായ ലക്ഷ്മണൻ ഇങ്ങനെ തല അറഞ്ഞ് കരഞ്ഞുകൊണ്ട് ഓരോ ആത്മകഥം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒന്നും മനസ്സിലാക്കാത്ത വൈദേഹി വീണ്ടും ലക്ഷ്മണനോട് പറയുകയാണ്, ഭർതൃശാസനം മമ സൗമിത്രേ വൈകിടാതെ സത്യം എന്നോട് പറഞ്ഞിടണം മടിയാതെ. എൻ്റെ ഭർത്താവ് എന്താണ് നിന്നോട് ശാസനം ചെയ്തത്? അത് നീ വേഗം എന്നോട് പറയൂ. സത്യം എന്നോട് പറഞ്ഞിടണം മടിയാതെ, നിന്തിരുവടി തന്നോടെന്തു ഞാൻ പറവതു വെന്തുരുകുന്നു മാനസമയ്യോ പാപം. ദേവിയോട് ഞാൻ എന്താ പറയുന്നത്? എൻ്റെ ഹൃദയം വെന്തുരുകുകയാണ്. എനിക്കെന്താ പറയേണ്ടതെന്ന് അറിഞ്ഞുകൂടാ. ഇവിടെ മരിച്ചു വീഴുന്നതാണ് എനിക്കിതിലും പരം സന്തോഷം. എന്തോന്നു ചൊല്ലുവതു പാർത്തു കണ്ടോളമുള്ളിൽ സന്താപം മേൽക്കുമേലേ സന്തതം വളരുന്നു. ചെന്തിയിൽ ചാടുകയോ കാകോളം കുടിക്കയോ എന്തോന്നു ചെയ്യുക നല്ലു ശോകത്തെ അടക്കുവാൻ. എൻ്റെ ഈ ദുഃഖത്തെ അടക്കുവാൻ തീയിൽ ചാടി മരിക്കുകയോ അല്ലെങ്കിൽ കാളകൂടം വിഷം കുടിക്കുകയോ എന്താ ചെയ്യേണ്ടത്? ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത്തരം പറഞ്ഞു കേഴുന്ന ലക്ഷ്മണൻ തന്നോട് ഉൾത്താപമോടു ഭൂമിപുത്രിയുമുര ചെയ്താൾ. അപ്പോഴും ലക്ഷ്മണന് പറയാനുള്ള ത്രാണിയില്ല ദേവിയോട്. ദേവി വീണ്ടും പറയുകയാണ്, വല്ലഭൻ നിയോഗിച്ച കർമ്മം നീ എന്നോടിപ്പോൾ വല്ലതും പറഞ്ഞാലും ഏതുമേ ശങ്കിക്കേണ്ട. വല്ലായ്മ നിനക്കേതുമുണ്ടാകയില്ല എന്നാൽ ചൊല്ലെന്നോട് നീ ഇന്നെല്ലാമേ പരമാർത്ഥം. എന്താണ് എൻ്റെ പതി പറഞ്ഞതെന്ന് വെച്ചാൽ നീ അത് പറയുക. അതിന് യാതൊരു ദോഷവും നിനക്കുണ്ടാവില്ല. എല്ലാം നീ എന്നോട് പറഞ്ഞോളൂ, തുറന്നു പറഞ്ഞോളൂ. ചൊല്ലുവാൻ തോന്നാതവ മുമ്പിൽ നിന്നെനിക്കിപ്പോൾ
ചൊല്ലാമെങ്കിലും തവ വല്ലഭൻ നിയോഗത്തെ ചൊല്ലുന്നു പുരവാസി ജനങ്ങളെല്ലാം തമ്മിൽ വലായ്മയത്രേ സീതാദേവിയെ കൈക്കൊണ്ടതും. അവിടുത്തെ മുന്നിൽ വെച്ച് എനിക്ക് ഇത് പറയാൻ വളരെ പ്രയാസമുണ്ട്. എങ്കിലും അവിടുത്തെ പതിയുടെ ആജ്ഞ അത് ഞാൻ പറയാം. അല്പം ധൈര്യം സംഭരിച്ച് ലക്ഷ്മണൻ പറയാൻ തുടങ്ങി. എന്താണ് പറഞ്ഞത്? ചൊല്ലുന്നു പുരവാസി ജനങ്ങളെല്ലാം. അയോധ്യാവാസികളൊക്കെ ജനങ്ങൾ തമ്മിൽ പറയാൻ പറയുന്നു, വല്ലായ്മയത്രേ സീതാദേവിയെ കൈക്കൊണ്ടതും. സീതാദേവിയെ കൈക്കൊണ്ടത്, സീതാദേവിയെ പരിഗ്രഹിച്ചത് വളരെ മോശമായിപ്പോയി. രാവണൻ കൊണ്ടുപോയി ലങ്കയിൽ വെച്ചു കൊണ്ട ദേവിയെ പരിഗ്രഹിച്ചിടുവാൻ ന്യായമല്ല. യാതൊരു തരത്തിലും ന്യായമല്ലാത്ത കർമ്മമാണ് രാമൻ ചെയ്തിരിക്കുന്നത്. രാവണപുരത്തിൽ താമസിച്ച ദേവിയെ തിരികെ സ്വീകരിച്ചത് ഏറ്റവും അനുചിതവും അയോഗ്യവുമായ ഒരു പ്രവൃത്തിയാണ്. ഇതാണ് ജനങ്ങൾ തമ്മിൽ പറയുന്നത്. എന്നുള്ളൊരപവാദം നിറഞ്ഞു പുരത്തിങ്കൽ മന്നവൻ അതുമൂലം എന്നോടു നിയോഗിച്ചാൻ. ഇങ്ങനെ ഉള്ള അപവാദം രാമദേവൻ മനസ്സിലാക്കി, അറിഞ്ഞു. അതുകൊണ്ട് എന്നെ ഈ ദുഷ്കർമ്മത്തിന് നിയോഗിച്ചു. കാനനത്തിങ്കൽ മുനിശ്രേഷ്ഠന്മാരാശ്രമത്തിൽ ജാനകി തന്നെ കൊണ്ടയാക്കി നീ പോന്നീടുക. കാനനത്തിൽ വനത്തിലുള്ള മുനിശ്രേഷ്ഠന്മാരുടെ ആശ്രമത്തിൽ കൊണ്ടുവന്ന് ദേവിയെ ആക്കിയിട്ട് പോരുക എന്ന് പറഞ്ഞു. പക്ഷെ കൊണ്ട് കളയാൻ പറഞ്ഞെന്നൊന്നും പറഞ്ഞില്ല ദേവിയോട്. ഭർത്താവിനോടും പിന്നെ മറ്റുള്ള ഞങ്ങളോടും ഉൾത്താരിലേതും കോപം കൂടാതെ വസിച്ചാലും. അതുകൊണ്ട് ദേവിയുടെ ഭർത്താവിനോടോ ഞങ്ങളോടോ അവിടത്തേക്ക് കോപം തോന്നരുത്. നിന്തിരുവടി ശപിച്ചിടുകിൽ ദഹിച്ചു പോം അന്തരമേതുമില്ല ലോകങ്ങൾ 14. ഇത്രയധികം ഭർത്തൃശുശ്രൂഷാബദ്ധയായ പാതിവൃത്യത്തിൽ അഗ്രഗണ്യായ സതീരത്ന സീതാദേവിയെ ഉപേക്ഷിക്കുന്നത് ഒരിക്കലും ശരിയല്ല. എങ്കിലും അങ്ങനെ ചെയ്യേണ്ടി വന്നതിൽ ഞങ്ങളോട് കോപം തോന്നരുത്. അവിടുന്ന് ശപിച്ചു കഴിഞ്ഞാൽ ഈ ലോകം 14 ലോകങ്ങളും നശിച്ചു പോകും. ഇത്ര പാതിവ്രത്യത്തിൻ നിഷ്ഠയുള്ള അങ്കനമാരി ത്രിഭുവനത്തിങ്കലില്ല മറ്റാരുമോർത്താൽ. വന്യദേവനും മഹാദേവനും വിരിഞ്ചനും അന്യന്മാരായ ദേവേന്ദ്രാദിയാം ദേവന്മാരും ധന്യന്മാരായ മുനീന്ദ്രന്മാരും പറഞ്ഞ വാക്കൊന്നൊഴിയാതെ ഞാനും കേട്ടിരിക്കുന്നു ഭദ്രേ. ദേവിയുടെ ആ പാതിവ്രത്യ നിഷ്ഠയ്ക്ക് യാതൊരു ശങ്കയുമില്ല. അത് ജ്യേഷ്ഠനുമില്ല, ദേവന്മാർക്കുമില്ല. വന്യദേവനും മഹാദേവനും വിരിഞ്ചനും മറ്റ് അന്യന്മാരായ എല്ലാ ദേവന്മാരും സാക്ഷിയാക്കി അന്ന് ലങ്കയിൽ വെച്ച് അഗ്നിദേവൻ തന്നെയാണല്ലോ ആ ദേവിയെ ഭഗവാൻ സമർപ്പിച്ചത്.
അതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നം ഉദിക്കുന്നേയില്ല. താപവും കളഞ്ഞിനി താപസാശ്രമത്തിങ്കൽ താപസീ ജനത്തോടു കൂടി വാഴുക നാഥേ. അതുകൊണ്ട് ദുഃഖമൊക്കെ അടക്കി ഈ ആശ്രമത്തിൽ, താപസന്മാരുടെ ആശ്രമത്തിൽ താപസീ ജനത്തോട് എന്ന് പറഞ്ഞാൽ തപസ്വിനിമാരോട് കൂടി മുന്നോട്ടുള്ള ജീവിതം കഴിക്കൂ ദേവി എന്ന് ലക്ഷ്മണൻ സീതയെ സമാശ്വസിപ്പിക്കുകയാണ്. നമുക്കിന്നത്തെ പഠനം ഇവിടെ സമ്പൂർണ്ണമാക്കാം. ഇനി സീതാവിലാപമാണ്. അതിനി അടുത്ത ദിവസം പാരായണം ചെയ്ത് പഠിക്കാം. എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ പ്രണാമങ്ങൾ ഒരിക്കൽ കൂടി അർപ്പിച്ചുകൊള്ളുന്നു. ജാനകീകാന്തസ്മരണം ജയ ജയ രാമ രാമ. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി.